അയാളുടെ ഭാര്യയുടെ ആത്മാവിന് മോചനം കിട്ടുമെന്ന് അയാൾ മാത്രമല്ല, അതിനുവേണ്ടി അയാൾ പൂക്കുലത്തിൽ കയറാൻ പോലും ഒരുക്കമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ യാതൊരു കാരണവശാലും സുലോചനയെ അയാൾ കാണാൻ വരാൻ കണ്ടുമുട്ടിയാൽ വല്ല കടന്റെയും പൊട്ടിച്ചു കളഞ്ഞാൽ എന്ത് ചെയ്യും? ഭ്രാന്തല്ലേ? ഇതൊരു ആപത്തായ വാക്ക്. സുലോചനയ്ക്കാണെങ്കിൽ ഇപ്പൊ പ്രേതബാധ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പ്രേതബാധ എങ്ങനെ ഒഴിഞ്ഞു തുടങ്ങി? അവളുടെ അച്ഛൻ ഒരു മന്ത്രവാദി ഇവിടെ കൊണ്ടുവന്നിരുന്നു. അയാള് ഇവിടെ കഴുത്തി കെട്ടാൻ ഒരു ഏലസ് കൊടുത്തു. പിന്നെ ഒരാഴ്ച പ്രാർത്ഥനയെ സംഗതി ഫലിക്കുമെന്നാണ് തോന്നുന്നത്. അന്ധവിശ്വാസത്തിന് മരുന്ന്, അന്ധവിശ്വാസം. അപ്പോ ഞാൻ ഉറങ്ങുന്നു. ശരിടാ. എന്നാലും ആ ഡോക്ടർ ഒരു അവധി പറയുമ്പോ കേൾക്കാതിരിക്കാൻ ഒക്കെ ഉൾപ്പെട്ടു. അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യത്തിനും അവധി കേട്ടോളൊന്നുമില്ല. ഈ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു തരും എന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇനി തിരിച്ചു തന്നോന്നിരിക്കട്ടെ. അത് പൂർണ്ണയുടെ ഹൃദയം തന്നെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനിപ്പോ എന്താ കുറിപ്പിച്ചേട്ടാ ചെയ്യാൻ? എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ ദുഃഖിച്ചിട്ട് എന്താ പ്രയോജനം? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി എന്റെ കുറിപ്പേട്ട. അതിനിങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു എനിക്കറിയില്ലേ. അല്ല, അതിനും പ്രതിവിധിയില്ലാതില്ല. പക്ഷെ ഞാനതെങ്ങനെ അങ്ങനെ പറയാ? നമ്മുടെ മേലേത്തെ പണിക്കരാശാനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു ചെറിയ കർമ്മം ചെയ്യിപ്പിച്ച് ഈ അലഞ്ഞിരിക്കുന്ന ആത്മാവിനെ ആവാഹിച്ച് ഇങ്ങനെ എടുത്താൽ എന്താ? അല്ല, അതിലുണ്ടല്ലോ ഒരു അത് പറയണ്ട. അല്ല, എന്ത് തന്നെയായാലും കുറിപ്പേട്ടൻ പറഞ്ഞേ പറ്റും. സുവർണയുടെ ആത്മാവിനെ ആവാഹിച്ച് ഇങ്ങനെ എടുത്തു കഴിയുമ്പോ പിന്നെ സുലോചനയ്ക്ക് വന്ന ആത്മാവ് സുലോചന സ്വാഹ മരിക്കുന്നു താരം. ഈ കടുകൈ ചെയ്യണമെന്ന് ഞാൻ എങ്ങനെയാ ഉപദേശിക്കാം? എനിക്ക് എന്റെ ഭാര്യയേക്കാൾ വരുന്നില്ല മറ്റത്. അതേലോ, മറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത് ശരിയല്ല. വേണെച്ചാൽ മണിക്കരാശാനെ ഞാൻ ഇവിടെ വിളിച്ചിട്ട് വരാം. കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ പറയും. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാം. ആളിനെ ഒന്ന് ഏർപ്പാട് ചെയ്തിരിക്കണം. പക്ഷേ കുറച്ച് ചിലവുള്ള കാര്യമാണ്. എത്ര രൂപയാണെങ്കിലും വേണ്ടില്ല, ഞാൻ ചിലവാണ്. എനിക്ക് ഇതിനും വലിയ കാര്യമില്ല. അങ്ങനെ വെച്ചാൽ നമുക്ക് നാളെ തന്നെ ഞങ്ങൾ നടത്തിക്കളയാം. ആ പണിക്കരാശാൻ അഡ്വാൻസ് കൊടുക്കാനുള്ള ഒരു 500 രൂപ. എത്ര ആയാലും അധികമാവില്ല. തുക കൂടുന്നോറും ഫലവും കൂടിയിരിക്കും. പ്രേതം പിടി തരുന്നില്ല.
എന്തിനെന്നിങ്ങനെ വേദനിപ്പിക്കും? അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് നിനക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീയെങ്കിലും ഒന്ന് പറഞ്ഞത് പറയൂ സുഹൃത്തെ. നീ പറയാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം കാണും. സുലോചനയെ ഞാൻ കൊല്ലും. എന്റെ സുവർണയുടെ ആത്മശാന്തിക്ക് വേണ്ടി അവൾ മരിച്ചേ പറ്റൂ. കൊല്ലുന്നവൾ. വേഗമായി പോകുന്നതാണോ എന്ന്. എന്താ മനസ്സിലായില്ലേ? മിസ്സസ് പ്രായശനായില്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. ഇവൻ മരിച്ചില്ലായിരുന്നു. അന്ന് നിങ്ങൾ അവിടുന്ന് പോയതിനു ശേഷം സുലോചനയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടർ രക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രേതബാധ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നലും ഞാൻ മാറ്റിയത്.
അതിനുശേഷം ഒരു പ്രസവവും കഴിഞ്ഞു. അതും കൂടി പറയും. മോളെ പേരെന്താ? ബിന്ദു. ബിന്ദു മോൾ ഈ അങ്കിളിനെ അറിയോ? അറിയോ മോളെ?